ആഹാ വന്നു. ഞാൻ എത്ര നേരെ കാത്തിരിക്കുന്നെന്നോ. ജന്മദിനത്തിന്റെ എല്ലാവിധ ആശംസകളും. ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേ. ആ നീ എന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നേ? ഞാൻ അമ്പലത്തിൽ പോയിരുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. നിങ്ങൾ ഇന്ന് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക. ഇതാ ഈ പ്രസാദം കഴിക്കുക. ഇതെന്തായി കാണിച്ചത്? നമ്മൾ തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ഇതുവരെ നിനക്ക് മുംബൈയുടെ ലൈഫ് സ്റ്റൈൽ എന്നാണ് മനസ്സിലായില്ല അല്ലേ? മുംബൈയിൽ ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആറ്റിറ്റ്യൂഡ് നിനക്ക് ഇത്രയായിട്ട് മനസ്സിലായല്ലോ അല്ലേടി? എന്ത് കോലാടിത് ആന്റിനെ പോലെ. നീ എന്തോട് ചേച്ചി ഇതൊക്കെ ചെയ്തതിനെ ഹാപ്പി ആക്കാൻ പറ്റുന്നോ? ഇതൊക്കെ ചെയ്തതിനെ സന്തോഷിപ്പിക്കാന്നോ? നിങ്ങൾക്ക് സന്തോഷം തരാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? പറയ എന്നോട്. പറയേ. സാൽസ കളിക്കോ? സാൽസയോ? സാൽസ എന്ന് പറഞ്ഞ എന്താ? അയ്യോ ബെസ്റ്റ്. ഇത് എവിടുന്നാണോ കെട്ടിക്കൊണ്ട് വന്നത്. സാൽസ എന്ന് പറയുന്നത് ഒരു ഡാൻസ് ഫോം ആടി. മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞാൻ നിനക്ക് പഠിപ്പിച്ചുതരാം. ദാ ഇങ്ങനെ ഡാൻസ് കളിക്കണം. അങ്ങനെ തന്നെ. ഗുഡ്. ഇതെന്തായി കാണിക്കുന്നത്? ഇങ്ങനെ ചെയ്യുന്നത്? എനിക്ക് വേദനിക്കുന്നുണ്ട്. ഓ കളിക്കടി. നീ ശരിക്കും സാൽസ ഡാൻസ് പഠിക്കുന്നവരെ ഇവിടെ തന്നെ നിന്ന് ഡാൻസ് ചെയ്യ. ശരി, ഞാൻ നിനക്ക് വേണ്ടിട്ട് നിങ്ങൾക്ക് എന്താ പറ്റിയത്? മ്യൂസിക് പ്ലേ ചെയ്യാം. നീ ഡാൻസ് ചെയ്ത് കാണിക്കേ. നിനക്ക് സാൽസ ചെയ്യാൻ പറ്റുന്നത് വരെ 1 മിനിറ്റ് റെസ്റ്റ് ഇല്ലാതെ നീ ഡാൻസ് കളിച്ചോണ്ടിരിക്കണം. കളിക്കേ. എടത്തി, പാലിനൊരു പാത്രം കൊണ്ടുവരാമോ? ഇപ്പൊ എടുത്തിട്ട് വരാം. പറയൂ ചേട്ടാ. എല്ലാ സാധനത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ പാല് ശുദ്ധമായ പാലാ, ഗ്യാരണ്ടി. എന്തിനുള്ള ഗ്യാരണ്ടിയാ? ഞാൻ കൊടുക്കുന്ന പാലിന് ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞതാ. തരൂ. എന്നാ ശരി എടുത്തി, വരട്ടെ. ഇന്നത്തെ കാലത്ത് ഒരു കാര്യത്തിനും ഗ്യാരണ്ടി ഇല്ല. അല്ല സുദീപ്, നീ എന്താ ഇവിടെ? പ്രിയ, ഞാൻ ഈ വഴി പോവായിരുന്നു. അബിയുടെ ഫയൽ എന്റെ കയ്യിലാ. സോ അതിവിടെ തന്നിട്ട് പോവാന്ന് വെച്ചു. അതേ ഇപ്പൊ വന്നോണ്ടിരിക്കും. 1 മിനിറ്റ്. ഇവിടെ അല്ല സുദീപോ? അബി, നീ എന്താ ഇവിടെ? അത് പിന്നെ നിന്റെ ഫയൽ എന്റെ കയ്യിലായി പോയി. ഇത് തരാനാ വന്നത്. അതെന്തായാലും നന്നായി. ഞാൻ ഇതെവിടൊക്കെ നോക്കിയെന്നറിയാമോ? ഫ്രീ ആണെങ്കിൽ വാ, ചായ കുടിക്കാം. ഇല്ലടാ, എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. പിന്നെ ആവാം. ശരി എന്നാ പോയിട്ടോ. ഓക്കേ, ബൈ, ടേക്ക് കെയർ. ബൈ. എന്നാ നമുക്കൊരു കോഫി കുടിച്ചാലോ? അല്ല, നിങ്ങൾ ആരാണ്? അത് നിങ്ങൾക്ക് ആരെയും കാണണ്ടേ?
നിങ്ങളുടെ ഹസ്ബൻഡ് പറഞ്ഞു വിട്ടതല്ലേ? നിങ്ങളുടെ പേരാണോ കാവ്യ? അതെ, എന്റെ പേരാണ് കാവ്യ. ആ, നിങ്ങളെ കാണാനാ വന്നേ. ഇന്നാ ഇത് പിടിക്കിതിട്ടിട്ട് വാ. ഇതെന്താ ഇത്? ഇല്ല, എനിക്ക് ഇതൊന്നും വേണ്ട. നിങ്ങൾ ഇതും കൊണ്ട് പൊക്കോളൂ. എനിക്ക് ജിമ്മൊന്നും വേണ്ട. എനിക്ക് പോണേന് പ്രശ്നമില്ല, പക്ഷെ അതിനു മുമ്പ് ഹസ്ബൻഡോട് സംസാരിക്കേ. നിക്കൂ. ഹലോ. അതെ അതെ, ഞാനാ പറഞ്ഞയച്ചത്. ഇന്നു മുതൽ ദിവസം നീ വർക്കൗട്ട് ചെയ്യണം, ഓക്കെ? അയാളെല്ലാം പറഞ്ഞുതരും. നോക്ക്, എനിക്ക് ഇതൊന്നും അറിയില്ല. എന്നെ കൊണ്ട് ഇത് ചെയ്യാനും പറ്റില്ല. അയാളോട് ഇവിടെ നിന്ന് പോകാൻ പറ. അപ്പൊ നീ ചെയ്യില്ല അല്ലേ? പിന്നെ എന്തുണ്ടാക്കാനാണ് ഞാൻ നിന്നെ കെട്ടിക്കൊണ്ട് വന്നത്? നീ ഓവർ സ്മാർട്ട് ആവാതെ ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മാത്രം മതി, മനസ്സിലായോ? ഓഫീസിൽ എനിക്ക് വേറെയും ജോലിയുണ്ട്. വെറുതെ ഇറിറ്റേറ്റ് ചെയ്ത് മൈൻഡ് ഡിസ്റ്റർബ് ചെയ്യരുത്. മാം, നിങ്ങൾ ഇവിടെ വന്ന് കിടക്കേ. കിടക്കണം എന്നുള്ളത് അത്യാവശ്യമാണോ? നോക്ക് മാഡം, ഞാൻ നിങ്ങളുടെ ജിം ട്രെയിനറാണ്. ഞാൻ എന്ത് പറയുന്നുവോ അത് നിങ്ങൾ തീർച്ചയായും ചെയ്തേ പറ്റൂ. മടിക്കണ്ട മാഡം, ഇവിടെ വന്ന് കിടക്ക്. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? മാഡം, ഇതിന്റെ പേരാണ് സ്ട്രെച്ചിങ്. മാഡം കിടക്ക്. എന്നെ ഇങ്ങനെ ടച്ച് ചെയ്യണ്ട. എനിക്ക് ഈ എക്സസൈസ് ചെയ്യും വേണ്ട. മാഡം, ഇതിന്റെ പേരാണ് സ്ട്രെച്ചിങ്. ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. നിന്നുകൊണ്ട് ചെയ്യാം. ഓക്കെ. ഈ കൈ ഇതിങ്ങനെ, ഈ കൈ ഇങ്ങോട്ട്. Are you mad? ഇറങ്ങി പൊക്കോ ഇവിടുന്ന്. അതിന് ആരിവിടെ നിൽക്കുന്നത്? നിന്നെ പോലെ ഒരു അഹങ്കാരിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹലോ സാർ, നിങ്ങളുടെ ഭാര്യ എനിക്ക് ട്രെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. അവരെന്നെ വളയ്ക്കാൻ നോക്കുന്നു. മാത്രമല്ല സാർ, ഞാൻ വർക്കൗട്ട് ചെയ്യാനുള്ള കാശാ മേടിക്കുന്നത്. എനിക്കൊന്നും പറ്റില്ല. ആ ട്രെയിനർ എന്നോട് ശരിയല്ലാതെ. വെറുതെ എന്തിനാ അതും പറഞ്ഞ അവൻ്റെ ഇമേജ് ഡാമേജ് ആക്കുന്നേ? എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നിനക്ക് ട്രെയിനറുടെ കൂടെ കിടക്കണം അല്ലേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അയാൾ എന്നോട് ശരിയല്ലാത്ത രീതിയിൽ പെരുമാറി. ഞാൻ അയാളുടെ മുഖത്തടിച്ച് ഇവിടുന്ന് പുറത്താക്കി. ഞാൻ ബാക്കിയെല്ലാം സഹിക്കും. പക്ഷെ നിങ്ങളല്ലാതെ മറ്റൊരാൾ എന്റെ ശരീരത്തെ തൊട്ടാൽ അത് ഞാൻ ഒരിക്കലും സഹിക്കില്ല. അപ്പൊ അത് ആദ്യം തന്നെ പറയണ്ടായിരുന്നോ? മുംബൈയിൽ ആരും അങ്ങനെ ഫോഴ്സ് ചെയ്യാറില്ല. നിനക്ക് പൊളൈറ്റായിട്ട് പറഞ്ഞൂടായിരുന്നോ? ഓപ്പണായി പറഞ്ഞ കഴിഞ്ഞില്ലേ? സിമ്പിൾ. ഞാൻ ആ ട്രെയിനറിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് നീ ആ പ്രിയനെ പോലെ ഫിറ്റ് ആകാൻ വേണ്ടിയാ. നിനക്ക് പ്രിയനെ പോലെ ഒരിക്കലും ആവാൻ പറ്റില്ല. എനിക്ക് പ്രിയനെ പോലെ ആകുകയും വേണ്ട. നിങ്ങൾക്ക് എന്നെ കുറിച്ച് നേരത്തെ അറിയായിരുന്നല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ കല്യാണം കഴിച്ചേ? പ്രിയെ തന്നെ കെട്ടായിരുന്നില്ലേ? പ്രിയനെ കല്യാണം കഴിക്കാൻ ഒരുപാട് പാടുപെടേണ്ടി വരും. ആ, കുഴപ്പമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. നിനക്കെന്താ പ്രാന്താണോ? വണ്ടി എടുക്കടാ, അല്ലെങ്കിൽ നിന്റെ കഥ ഇപ്പൊ ഞാൻ അവസാനിപ്പിക്കും. വണ്ടി എടുക്ക. ഓക്കെ ഓക്കെ ഓക്കെ, എടുക്കാം.
are trying to call is currently switched off. The number you are trying to call is currently switched off. ഇതെവിടെ പോയി കിടക്ക? സുദീപ്, ഹലോ സുദീപ്. ആ പ്രിയ, സുദീപ്, അനിൽ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ഞാൻ കുറെ തവണ വിളിച്ചു നോക്കി, ഫോൺ സ്വിച്ച് ഓഫ് എന്നാ വരുന്നേ. എനിക്കെന്തോ വല്ലാതെ ടെൻഷൻ ആവുന്നു. പ്രിയ കൂടുതലൊന്നും ടെൻഷൻ അടിക്കണ്ട. ആ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല, ഞാൻ കൊണ്ടുവരാം. രാത്രി മുഴുവൻ ഇവിടെ തന്നെ കിടക്കട്ടെ. ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വരാം. ഓക്കെ സാർ. The number you are trying to call is currently switched off. പ്രിയ, നന്നായി സുദീപ്, നീ വന്നല്ലോ. അനിൽ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുക, അവന്റെ ഫോൺ സ്വിച്ച് ഓഫ്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോ. സമയം കളയാതെ പോലീസ് സ്റ്റേഷനിൽ പോ. പക്ഷെ അനില്, നീ അവിടെ ആദ്യം ഇരിക്ക്. അനിലിന് വല്ല അപകടം പറ്റി കാണോ? പ്രിയ, അബിക്ക് ഒന്നും സംഭവിക്കില്ല. പിന്നെ ഇപ്പൊ പോലീസ് സ്റ്റേഷൻ പോയിട്ട് ഒരു കാര്യമില്ല. 24 hours കഴിയാതെ പോലീസ് ഒരു കംപ്ലൈന്റ് എടുക്കില്ല. അല്ല, നിങ്ങളുടെ കയ്യിൽ അവന്റെ വല്ല ID പ്രൂഫോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടോ? ആ ഉണ്ട്. പക്ഷെ അതൊക്കെ എന്തിനാ? നാളെ വന്നില്ലെങ്കിൽ നമുക്ക് പോയിട്ട് ആ കംപ്ലൈന്റ് ഒന്ന് എഴുതി കൊടുത്തേക്കാം. ശരി, ഞാൻ പോയി എടുത്തോണ്ട് വരാം. പക്ഷെ പ്രിയ, ഇങ്ങനെ സംഭവിക്കാലോ. അവൻ ഒരുപക്ഷെ വേറെ ആരുടെങ്കിലും കൂടിയാണെങ്കിലോ, മനഃപൂർവ്വം വന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതാണെങ്കിലോ? അങ്ങനെയാണെമ്പോൾ നിങ്ങൾക്ക് അവനെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, ജസ്റ്റ് എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെയും കാര്യം. നിങ്ങൾ ചെന്ന് ഫോട്ടോ അല്ലെങ്കിൽ ID പ്രൂഫ് എടുത്തോണ്ട് വരൂ. ഹലോ. ഹലോ, സുദീപിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇവിടെ ആരുമില്ലല്ലോ മാഡം, എല്ലാരും വീട്ടിലേക്ക് പോയി. സുദീപ് സാറും? സുദീപ് സാർ ഇന്ന് നേരത്തെ ഇറങ്ങിയല്ലോ. ശരി എന്നാ. Oh shit. പ്രിയ, അനിൽ, അനിൽ, എവിടെയായിരുന്നു നീ? ഞാൻ എന്ത് പേടിച്ചെന്നറിയോ? പിന്നെ സുദീപ് ആകെ പേടിച്ചു പോയിരുന്നു. എന്നെ കുറെ ആൾക്കാർ ചേർന്ന് കിഡ്നാപ്പ് ചെയ്തു. ആരാണെന്ന് മനസ്സിലായില്ല. എന്തിനത് ചെയ്ത്? അവരെന്നെ ബോധം കെടുത്തി. എന്ത് നടന്നെന്നറിയില്ല. രാവിലെ കണ്ണോറം നോക്കിയപ്പോ എന്റെ അടുത്ത് ആരെ കാണുന്നില്ല. ഞാൻ നേരെ ഇങ്ങോട്ട് പോരുന്നു. എന്താ, നമ്മൾ പോലീസിന്റെ അടുത്ത് പോയേ പറ്റൂ. ശരിയാ, വാ. പക്ഷേ അവര് നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ? അങ്ങനൊന്നും ചെയ്തില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പ്രിയ, എനിക്ക് തോന്നുന്നു വേറെ ആരെയോ കിഡ്നാപ്പ് ചെയ്യുന്നതിന് പകരം അവര് അബിയെ കിഡ്നാപ്പ് ചെയ്തെന്നാ. ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ അവർ എന്താണ് ഏതാന്നൊക്കെ ഒരുപാട് ചോദ്യം ചോദിക്കും. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. പ്രിയ, ഐ തിങ്ക് ഹീസ് റൈറ്റ്. പോലീസിന്റെ വായിച്ചെന്ന് കയറി കൊടുക്കണ്ട. സുദീപ്, താങ്ക്സ് മാൻ. നീ പ്രിയയ്ക്ക് കൂട്ടിരുന്നല്ലോ. ഇല്ലെങ്കിൽ ഇവളെ പേടിച്ചിട്ട് രാത്രി മൊത്തം ഉറങ്ങാതിരുന്നേനെ. താങ്ക്സ് മാൻ. ഓക്കെ ബ്രോ.
നീ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് എത്തിയല്ലോ. ഓക്കെ, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഈ ലിപ്സ്റ്റിക്കിന്റെ മാർക്ക് നിങ്ങളും കണ്ടോ? പ്രിയ, നിങ്ങളും ഇപ്പോൾ ഞാൻ ആലോചിക്കുന്ന തന്നെയാണോ ആലോചിക്കുന്നത്? ഈ കിഡ്നാപ്പിംഗ് വിഡ്നാപ്പിംഗ് ഒക്കെ ഫുൾ കള്ളക്കഥയാ. ശരിക്കുള്ള കാര്യം വേറെയാ. പ്രിയ, ഇതിനെക്കുറിച്ചൊന്നും പ്രിയ തൽക്കാലം അവനോട് ചോദിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കാവ്യ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ബി സ്ട്രോങ്.